18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ വിധി വരാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമ്മുടെ പത്ര, ദൃശ്യ, സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതേ സമയം ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ലോക്സഭയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ലോക്സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. രാജ്യസഭയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിന് രണ്ട് സഭകളുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൽ രാജ്യസഭയെ നമ്മൾ വിളിക്കുന്നത് അപ്പർ ഹൗസ് എന്നാണ്, ലോക്സഭയെ നമ്മൾ വിളിക്കുന്നത് അധോസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്നാണ്. അപ്പോൾ ഈ ലോവർ ഹൗസ്, അധോസഭ എന്നൊക്കെയാണ് നമ്മൾ ഈ ലോക്സഭയെ വിളിക്കുന്നത് എങ്കിലും ഈ രണ്ട് സഭകളിലും വെച്ച് വ്യക്തമായിട്ടുള്ളൊരു അധികാരം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു മുൻതൂക്കം ഈ ലോക്സഭയ്ക്കുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ലോക്സഭയ്ക്ക് ഇങ്ങനെ കൂടുതൽ അധികാരം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 79 പാർലമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ ലോക്സഭയെ ഇംഗ്ലീഷിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്സഭയിൽ നിലവിൽ 543 സീറ്റുകളാണുള്ളത് എന്ന് കാണാം. അപ്പോൾ ഈ 543 സീറ്റുകളുള്ള നമ്മുടെ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഓരോ 5 വർഷവും കഴിയുമ്പോൾ ഈ 543 സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസികളായി വിഭജിക്കുകയും ഇവിടെയെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുകയും അങ്ങനെ ഡയറക്റ്റ്ലി എലക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ ഈ 543 ഒഴിവുകളും ഫില്ല് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യസഭയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജ്യസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. MLAമാരാണ് അവിടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് MP മാരായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭയെ ജനങ്ങളുടെ സഭ അല്ലെങ്കിൽ ലോകസഭ, അതുമല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സഭയായിട്ടുള്ള ലോക്സഭയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ സഭയായിട്ടുള്ള രാജ്യസഭയേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ അധികാരവും അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുൻതൂക്കവും കൊടുക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ ലോക്സഭയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ത്യ പിന്തുടരുന്ന പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാണ് ലോക്സഭ എന്ന് നമുക്ക് കാണാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ലോക്സഭയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ പിന്തുടരുന്നത് പാർലമെൻ്ററി ജനാധിപത്യമാണ്. അപ്പോൾ എന്താണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് ഈ ചാനലിലെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിന് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75 പറഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ നമ്മുടെ ആർട്ടിക്കിൾ 75 പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുക. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പാർലമെൻറ്റിന് റെസ്പോൺസിബിൾ ആയിരിക്കും എന്ന് പറയുന്നതിന് പകരം ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ലോക്സഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മൊത്തത്തിൽ ലോക്സഭയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ വേണം. അപ്പോൾ ഈ ലോക്സഭയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചോദ്യം ലോക്സഭയ്ക്ക് മുന്നിൽ വരുമ്പോൾ ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവണം. ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾ കൂട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകളുടെ സപ്പോർട്ടിനെയാണ് നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോക്സഭ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 543 അംഗങ്ങളാണ് അവിടെ ഉള്ളത്. സോ 543ൻ്റെ പകുതി എന്ന് പറയുന്നത് 271 അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 272 എന്ന് കാണാം. സോ വോട്ടെടുപ്പിൻ്റെ അല്ലെങ്കിൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചാനലുകളിലൊക്കെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവമാണ് മാന്ത്രിക സംഖ്യ 272 എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് നമ്പർ എന്ന് പറയുന്നത്.
സോ അതിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലോക്സഭയിൽ ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ 272 സീറ്റുകളോ അതിൽ കൂടുതൽ സീറ്റുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയുടെ വ്യക്തമായിട്ടുള്ള പിന്തുണ കിട്ടുകയുള്ളൂ. ആ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് അവർക്ക് ഭരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഏത് പാർട്ടിക്കാണോ അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണോ 272 അതിൽ കൂടുതലോ സീറ്റുകളുള്ളത് അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. ആ പാർട്ടിക്ക് അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആ നേതാവാണ് പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. ആ പ്രധാനമന്ത്രിക്ക് മന്ത്രിസഭയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇവരെ എല്ലാവരെയും പ്രസിഡന്റ് പിന്നീട് അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഏതെങ്കിലും പാർട്ടിക്കോ മുന്നണിക്കോ ലോക്സഭയിൽ 272 അതിൽ കൂടുതലോ സീറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആരെ വെച്ച് വേണമെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാം. അവർ ലോക്സഭയിലെ മെമ്പർമാരാവണം നിർബന്ധമില്ല, വേണമെങ്കിൽ രാജ്യസഭയിലെ മെമ്പർമാരാവാം. നിലവിൽ ഈ 2 സഭകളിലെ മെമ്പർമാരായില്ലെങ്കിലും കുഴപ്പമില്ല. ഇവർ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇതിലേതെങ്കിലും സഭയിലെ ഒരു മെമ്പർ ആയാൽ മതി. സോ ആ ഒരു ഭൂരിപക്ഷത്തിന് ലോകസഭയുടെ ആ ഒരു പിന്തുണയ്ക്കാണ് ഇവിടെ ഏറ്റവും മൂല്യമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ അർത്ഥത്തിലാണ് ഇന്ത്യയെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലോക്സഭയാണെന്ന് പറയുന്നത്. അതൊരു ചെറിയ അധികാരമല്ല, വളരെ വലിയ അധികാരമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാണ് നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഡയറക്റ്റായിട്ട് ലോക്സഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല, മന്ത്രിസഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നമ്മൾ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്ത് അതിനുശേഷം മന്ത്രിമാരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു മന്ത്രിസഭയിൽ പലതരത്തിലുള്ള മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ആദ്യത്തേതാണ് നമ്മൾ ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് വിളിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമില്ല. നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ട് മിനിസ്റ്റേഴ്സ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ആരാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആ ഒരു മന്ത്രിസഭയിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരെയാണ് നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പ്രതിരോധ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ധനകാര്യ വകുപ്പ്, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള മിനിസ്റ്റേഴ്സിനെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രയോഗം വരുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുമാണ്. ഇത്തരത്തിലുള്ള സീനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു വകുപ്പ് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റേഴ്സിന് പഴയ ബ്രിട്ടീഷ് സമ്പ്രദായത്തിൽ ഒരു വുഡൻ ക്യാബിനറ്റ് റൂം അലോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ തരം മിനിസ്റ്റേഴ്സിനെയാണ് നമ്മൾ മലയാളത്തിൽ സഹമന്ത്രിമാരെന്നും ഇംഗ്ലീഷിൽ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഈ സഹമന്ത്രിമാരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് ജൂനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആയിരിക്കും എന്ന് മാത്രമല്ല, അവർ ഒരു വകുപ്പിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ അസിസ്റ്റ് ചെയ്യുകയായിരിക്കും. ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ താഴെയായിരിക്കും അവരുടെ അധികാരം വരുന്നത്. ആ ഒരു വകുപ്പിൻ്റെ ചില കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ശ്രീ വി മുരളീധരൻ എന്ന് പറയുന്നത് ഒരു സഹമന്ത്രിയായിരുന്നു. വിദേശകാര്യ സഹമന്ത്രി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മൂന്നാമതൊരു വിഭാഗം മന്ത്രിമാർ കൂടെയുണ്ട്. അവരെയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജ് അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം മന്ത്രിമാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരും ജൂനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ അവരേതെങ്കിലും ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ സഹമന്ത്രിയാക്കുന്നതിന് പകരം ഒരു വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ആ ഒരു വകുപ്പിൻ്റെ മുഴുവൻ ചുമതല ഇവരുടെ കയ്യിലായിരിക്കും. അവരൊരു ക്യാബിനറ്റ് മിനിസ്റ്ററെ അസിസ്റ്റ് ചെയ്യുമെന്നും ആയിരിക്കില്ല. പക്ഷേ അവർ ജൂനിയർ ആയതുകൊണ്ട് അവർക്ക് ക്യാബിനറ്റ് എന്നുള്ളൊരു പദവി കൊടുക്കുന്നില്ല എന്ന് കാണാം. ഇതിനെയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജ് അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു മന്ത്രിസഭയ്ക്കുള്ളിൽ പലതരത്തിലുള്ള മന്ത്രിമാർ വരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാം. ഇനി നമുക്ക് ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധ്യതയുള്ള മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചുകൂടി പരിചയപ്പെടാം. ലോക്സഭയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത്. ആ സഭയുടെ നാഥൻ അല്ലെങ്കിൽ ആ ഒരു സഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ ലോക്സഭ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. ലോക്സഭ സ്പീക്കർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടെന്ന് കാണാം. ആ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന വാക്ക് പറയേണ്ട ആൾ സ്പീക്കറാണ്. അതുപോലെ തന്നെ പല ബില്ലുകളും സ്പീക്കറുടെ അനുമതിയോടുകൂടി മാത്രമേ ആ സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്ങുകൾ പല സമയത്ത് നടക്കാറുണ്ട്. അതിനെ പ്രസൈഡ് ചെയ്യുന്നത് ഈ സ്പീക്കറാണ് എന്ന് കാണാം. ഇങ്ങനെയുള്ള പല അധികാരങ്ങളും ഈ സ്പീക്കർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ സ്പീക്കർ എന്ന പദവിയുമായി ബന്ധപ്പെട്ടിട്ട് കൗതുകകരമായിട്ടുള്ള ഒരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെല്ലാം വന്നു കഴിഞ്ഞ് പുതിയ ലോക്സഭയുടെ 1ാമത്തെ മീറ്റിംഗ് കൂടുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ലോക്സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷമാണ് അവർ ലോക്സഭ എംപിമാരായി മാറുന്നത്.
അപ്പോൾ ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങും അതുപോലെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമൊക്കെ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? ഈ സത്യപ്രതിജ്ഞാ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്പീക്കറെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെഷൻ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി ആരെ തിരഞ്ഞെടുക്കും? അത്തരത്തിലുള്ള ആ ഒരു പൊസിഷനെയാണ് നമ്മൾ പ്രോ ടൈം സ്പീക്കർ എന്ന് പറയുന്നത്. ഒരു ടെമ്പററി പൊസിഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തിരഞ്ഞെടുത്ത് വരുന്ന ഈ 543 പേരിൽ ഏറ്റവും പ്രായം കൂടിയ അംഗത്തെയാണ് പ്രോ ടൈം സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ പ്രോ ടൈം സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടും. അദ്ദേഹം അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ടാണ് ബാക്കി എല്ലാ മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം ഈ പുതിയ എംപിമാരെല്ലാം കൂടെ ചേർന്നിട്ട് പുതിയൊരു സ്പീക്കറിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കും. അവർ വോട്ടിട്ട് പുതിയൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് ലോക്സഭയ്ക്ക് ഒരു സ്പീക്കർ ഉണ്ടാകുന്നത്. അതോടുകൂടി ആ പ്രോ ടൈം സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ ഇല്ലാതായി മാറുകയും ചെയ്യും. സോ ഇങ്ങനെ ഒരു സംഭവം കൂടെ സ്പീക്കറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സ്പീക്കറെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പൊസിഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. അതായത് ഈ ലോക്സഭയിൽ സ്പീക്കർ ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആരാണ് സഭയെ പ്രിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനുള്ളത്. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ലോക്സഭയിലെ അംഗങ്ങളുടെ ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും ആബ്സെൻസിൽ ആരാണ് ഈ സഭയെ പ്രിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊരു പാനൽ ക്രിയേറ്റ് ചെയ്യും. അത് തിരഞ്ഞെടുക്കുകയല്ല, അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 10 പേരുടെ പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളുടെ ഒരു മിക്സാണത്. അവർ ഈ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്ത സമയത്ത് ഈ സഭയെ പ്രിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാരായിട്ടുള്ള NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് പോലെയുള്ളവർ ഈ പാനൽ ഓഫ് ചെയർപേഴ്സൺസിൻ്റെ അംഗങ്ങളായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ. ഇനി ഈ ലോക്സഭയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പൊസിഷനാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ മുന്നണി അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് പ്രധാനമന്ത്രിയായി മാറുന്നത്. ഇതുപോലെ തന്നെ ഒപ്പോസിഷൻ പാർട്ടികൾക്കും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന അത്ര ചെറിയ പൊസിഷനല്ല. ഒരുപാട് അധികാരങ്ങൾ ലീഡർ ഓഫ് ഒപ്പോസിഷനുണ്ട്. പ്രതിപക്ഷത്തെ നയിക്കുക, അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ആളുകളെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റികളിൽ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അംഗമാണെന്ന് കാണാം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ആളുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അംഗമാണ്. പക്ഷേ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷ പാർട്ടികളിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവാണ് സാധാരണയായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത്. പക്ഷേ നമ്മൾ പിന്തുടരുന്നൊരു കസ്റ്റമുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികളിൽ മിനിമം ആ സഭയിലെ 10% സീറ്റുകളെങ്കിലുമുള്ള പാർട്ടിയുടെ നേതാവിനെ മാത്രമേ ലീഡർ ഓഫ് ഒപ്പോസിഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയുള്ളൂ. സോ നമ്മുടെ ലോക്സഭ നോക്കുകയാണെങ്കിൽ 543 സീറ്റുകളാണ്. 10% എന്ന് പറയുമ്പോൾ അത് 55 എന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം. മിനിമം 55 സീറ്റുകളെങ്കിലുമുള്ള പാർട്ടിക്ക് മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ലോക്സഭയിൽ നമ്മൾ 16ാമത്തെയും 17ാമത്തെയും ലോക്സഭയിൽ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എന്ന് കാണാം. പക്ഷേ 2 ലോക്സഭകളിലും അവർക്ക് 55 സീറ്റുകൾ ഉണ്ടാകാത്തത് കൊണ്ട് കഴിഞ്ഞ 2 ലോക്സഭകളിലും ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ലോക്സഭ എങ്ങനെ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാവുന്നുവെന്നും അവിടുത്തെ ചില പ്രധാനപ്പെട്ട പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലോക്സഭയുടെ പവേഴ്സ് അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പല കാര്യങ്ങളിലും ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യമായിട്ടുള്ള അധികാരങ്ങൾ തന്നെയാണുള്ളത് എന്ന് കാണാം. എന്നാൽ ചില കാര്യങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതലായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമനിർമ്മാണമാണ്. സോ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഓൾറെഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അധികാരമാണ്. ഇവിടെ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും കൃത്യമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ ഒരു നിയമമാകണമെങ്കിൽ ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കണം, ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കണം. അത് 2 സഭകളിലും പാസ്സായതിനു ശേഷം പ്രസിഡൻറ്റ് ആ ബില്ലിൽ ഒപ്പുവെക്കുമ്പോഴാണ് ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബില്ലുകൾ അവതരിപ്പിക്കാനും അതിൻ്റെ മേലെ ചർച്ച നടത്താനും വോട്ടെടുപ്പ് നടക്കാനും ഒക്കെയുള്ള അധികാരം ഈ 2 സഭകൾക്കുമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ബില്ലുകളിൽ സാധാരണ ബില്ലുകളുണ്ട്, അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഈ ബില്ലുകൾ ഇങ്ങനെ പാസ്സാക്കുന്ന അല്ലെങ്കിൽ ഈ നിയമനിർമ്മാണ പ്രോസസ്സിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു ബില്ല് പാസ്സാവാതെ നിൽക്കുകയാണെങ്കിൽ ഈ 2 സഭകളുടെയും ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഈ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോക്സഭയുടെ സ്പീക്കറാണ് ഈ ജോയിൻറ്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലോക്സഭയ്ക്ക് ഒരു മുൻതൂക്കം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ലോക്സഭയിൽ 543 അംഗങ്ങളാണുള്ളത്, രാജ്യസഭയിൽ 245 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളത് ഗവൺമെൻറ്റിനാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ജോയിൻറ്റ് സിറ്റിംഗ് നടത്തുമ്പോൾ ലോക്സഭയ്ക്ക് അവിടെ കൂടുതൽ അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ളതുപോലെ ബില്ലുകൾ പാസ്സാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് അവിടെ ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന പല ബില്ലുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളെയാണ് മണി ബിൽ എന്ന് പറയുന്നത്. ഈ മണി ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല.
ഇനി അതുപോലെ തന്നെ ഈ മണി ബില്ല് പാസ്സാവാൻ അത് ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി. ആ ബില്ല് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കും. വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് 14 ദിവസം ഒരു തീരുമാനവും എടുക്കാതെ ആ ബില്ല് കയ്യിൽ വെക്കാം. പക്ഷേ 14 ദിവസത്തിന് ശേഷം അവർക്ക് തിരിച്ചയക്കേണ്ടതായിട്ട് വരും. ഈ മണി ബില്ല് രാജ്യസഭ ലോക്സഭയിലേക്ക് തിരിച്ചയക്കുമ്പോൾ വേണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ആ നിർദ്ദേശങ്ങൾ ലോക്സഭ അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആ ബില്ല് പാസ്സാക്കാൻ സാധിക്കും. സോ ഇന്ത്യയുടെ ധനകാര്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനമെടുക്കുന്നത് നമ്മുടെ ലോക്സഭയാണെന്ന് തിരിച്ചറിയാം. അതുപോലെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ട് ലോക്സഭയ്ക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട്. ബജറ്റ് അവതരിപ്പിക്കുന്നതും ലോക്സഭയിൽ മാത്രമാണ്. അപ്പോൾ ഈ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും പല കാര്യങ്ങളിലും തുല്യമായിട്ടുള്ള ഒരു അധികാരമാണ് ഉള്ളതെങ്കിലും ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു അധികാര കൂടുതൽ അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ലോക്സഭയ്ക്കുള്ളതായിട്ട് കാണാം. ഇനി എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലോക്സഭയാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനും ലോക്സഭയ്ക്ക് സാധിക്കും എന്നുള്ളത് തിരിച്ചറിയാം. അതായത് 5 വർഷമാണ് ഒരു ലോക്സഭയുടെ കാലാവധി. ആ 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഗവൺമെൻറ്റിന് ലോക്സഭയുടെ പിന്തുണ അല്ലെങ്കിൽ ഭൂരിപക്ഷം നഷ്ടമാവുകയാണെങ്കിൽ ആ ഗവൺമെൻറ് രാജിവെച്ച് പുറത്തു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രമല്ല റിമൂവ് ചെയ്യാനുമുള്ള വലിയൊരു എക്സിക്യൂട്ടീവ് പവർ നമ്മുടെ ലോക്സഭയ്ക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ യാതൊരു അധികാരവും നമ്മുടെ രാജ്യസഭയ്ക്കില്ല. ഭരിക്കുന്ന പാർട്ടിക്കോ അതുപോലെ തന്നെ മുന്നണിക്കോ രാജ്യസഭയിൽ ഭൂരിപക്ഷം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇവിടെ വലിയൊരു അധികാരമാണ് രാജ്യസഭയെ അപേക്ഷിച്ച് ലോക്സഭയുടെ കയ്യിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് അധികാരങ്ങൾ നമ്മുടെ ലോക്സഭയ്ക്കുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഭാഗം നമ്മുടെ ലോക്സഭയാണെന്ന് കാണാം. അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും റിമൂവ് ചെയ്യുന്ന സിസ്റ്റത്തിലും ലോക്സഭ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്നതിലും ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ലോക്സഭയാണ് എന്ന് കാണാം. ഇത്തരത്തിൽ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ ചീഫ് ജസ്റ്റിസിനെയോ ഒക്കെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യലായിട്ടുള്ള പല പ്രോസസ്സുകളും പല ഹിയറിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനകത്തും ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ലോക്സഭയാണെന്ന് കാണാം. ഇങ്ങനെ ഒരുപാട് അധികാരങ്ങൾ നമ്മുടെ ലോക്സഭയ്ക്കുണ്ട്. അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഈ ഒരു വീഡിയോ മതിയാവാതെ വരും. സോ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് നമ്മുടെ 18ാമത്തെ ലോക്സഭ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേറാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യൻ ലോക്സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നമ്മുടെ ലോക്സഭയുടെ പ്രാധാന്യം എന്താണ് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വിജ്ഞാനപ്രദമായ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.